സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. 12 ജില്ലകൾ യെല്ലോ അലർട്ട് തുടരുകയാണ്. അതേസമയം പകൽ കൊടും ചൂടും രാത്രിയിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട്. ഉയർന്ന താപനില 40 ഡിഗ്രി വരെ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും കോട്ടയത്ത് 38 ഡിഗ്രി വരെയും ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും രേഖപ്പെടുത്തും. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയ താപനില 39.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂട് കൂടുന്നതോടെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടു. ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാനാണ് നിർദ്ദേശം. കനത്ത ചൂടിൽ നിർജ്ജലീകരണവും തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം കൊടും ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ വേനൽ മഴയെത്തി. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലെ കൊടും ചൂടിന് കാരണമായിരുന്ന പ്രതിചക്രവാതം ദുർബലമാകുന്നുണ്ട്. വടക്കൻ കർണാടകത്തിനും മഹാരാഷ്ട്രയ്ക്കും മുകളിൽ നിലനിന്നിരുന്ന പ്രതിചക്രവാതം ദുർബലമാകുന്നതോടെ അന്തരീക്ഷം തണുത്തേക്കും. ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വേനൽ മഴ ശക്തമായേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ സൂചന നൽകുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും കുതിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.